ഹായ്, ഇന്നെനിക്ക് ലീവായിരുന്നു. രാവിലെ മുതൽ അവിടെ ഇവിടെയൊക്കെ മടി പിടിച്ചിരുന്നിട്ട് ഉച്ചയായപ്പോഴേക്കും കിച്ചണിലേക്ക് കയറിയതാണ്. എന്തെങ്കിലും ഒരു കറി തട്ടിക്കൂട്ടണം. അപ്പോഴാണ് ഞാൻ മീട്ടു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന സൺഫ്ലവർ പ്ലാന്റിനെ ശ്രദ്ധിച്ചത്. നന്നായിട്ട് നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊരു നല്ല വെയിലുള്ള ദിവസമായിരുന്നു. കുറച്ച് തുണിയൊക്കെ എടുത്ത് വെയിലത്ത് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് ചീരയുടെ വിത്തും പയറിൻ്റെ വിത്തും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ടിൻഡു ടൂണ വെച്ചിട്ടാണ്. ഇത് ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്. ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ബ്രൈനിലും സ്പ്രിംഗ് വാട്ടറിലും എല്ലാം ഉള്ളതുണ്ട്. ഞങ്ങൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് ഈ സൺഫ്ലവർ ഓയിലുള്ളതാണ്. എക്സ്ട്രാ ആയിട്ട് അതിലുള്ള ഓയിൽ ഞങ്ങൾ ഊറ്റിയെടുത്ത് കളഞ്ഞിട്ടാണ് അത് കറിയിലേക്ക് ഇടുന്നത്. അങ്ങനെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണ ഇന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ പാൽമുളക് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് സ്കോട്ടിഷ് പെപ്പറാണ്. ഇത് നമുക്കൊരു നാട്ടിലെ ഒരു പാൽമുളക്, എനിക്ക് എന്താ വേറെ സ്ഥലത്ത് പറയുന്നതെന്ന് അറിയത്തില്ല. നല്ലൊരു മണം കിട്ടും. നല്ലൊരു മണമുണ്ട് കറിക്കകത്തൊക്കെ ഇടുമ്പോഴത്തേക്കും. ഇത് ഒരെണ്ണം ഇട്ടാൽ മതി, നല്ല എരിവുണ്ടാവും. പിന്നെ കുറച്ച് ഉപ്പിട്ട് എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ട്യൂണ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉണ്ടായിരുന്ന സൺഫ്ലവർ ഓയിലൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് കുട്ടികൾക്ക് മാറ്റി വെച്ചിട്ടാണ്. അവർക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്തതിനാൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഓൾറെഡി ഡ്രൈ ആയിട്ടുണ്ട്. ഇതും ഒരു മോരുകറി ഉണ്ടെങ്കിൽ ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. ടിൻഡു ടൂണ വെച്ച് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല ഈസി ഒരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം റെഡിയായി വരുവാണെങ്കിൽ എല്ലാം കൂടി ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്